നമസ്കാരം. നടി ആക്രമിച്ച കേസിൽ കേരള ജനത ഉറ്റുനോക്കിയിരുന്ന വിധി വന്നത് കഴിഞ്ഞ ദിവസമാണ്. 8 വർഷം നീണ്ട വിചാരണയ്ക്ക് ശേഷമാണ് വിധി വന്നത്. കേസിലെ 8ാം പ്രതിയായിരുന്ന ദിലീപിനെ കോടതി കുറ്റമുക്തനാക്കി. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരെന്നും കോടതി വിധിച്ചു. എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ദിലീപിനെ വെറുതെ വിട്ടുകൊണ്ടുള്ള വിധി പ്രസ്താവിച്ചത്. കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്ത പൾസ് സുനി അടക്കം 6 പ്രതികൾക്കെതിരെ കൂട്ടബലാത്സംഗം, തട്ടിക്കൊണ്ടുപോകൽ, ഗൂഢാലോചന എന്നീ കുറ്റങ്ങളാണ് പ്രധാനമായും ചുമത്തിയിരുന്നത്. ദിലീപിന്റെ പേരിൽ ആരോപിക്കപ്പെട്ട ഗൂഢാലോചന എന്ന കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാതെ പോയതിനാലാണ് ദിലീപ് കേസിൽ നിന്നും കുറ്റമുക്തനാകാൻ കാരണമായത്. നടി ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ഗുരുതര ആരോപണവുമായാണ് നിർമ്മാതാവ് സജി നന്ദിയാട്ട് എത്തിയിരിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കാതിരിക്കാൻ കേരള പോലീസ് തനിക്ക് 5 ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. ഒരു സംവിധായകനും 3 നടിമാരും 2 പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നുണ്ടാക്കിയ കള്ളക്കേസാണിതെന്നും അദ്ദേഹം പറഞ്ഞു. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് പ്രതിയായത് മുതൽ നിരന്തരം ദിലീപിന് വേണ്ടി സംസാരിച്ചയാളാണ് നിർമ്മാതാവ് സജി നന്ദിയാട്ട്. ദിലീപ് കുറ്റവാളിയല്ലെന്ന് ശക്തമായി സജി നന്ദിയാട്ട് ചാനൽ ചർച്ചകളിൽ വാദിച്ചു. നടൻ കുറ്റക്കാരനല്ലെന്ന് കീഴ്ക്കോടതി വിധിച്ചതോടെ ഏറ്റവും സന്തോഷിക്കുന്നവരിൽ ഒരാളാണ് സജി നന്ദിയാട്ട്. പലപ്പോഴും ചാനൽ ചർച്ചകളിൽ പ്രകോപിതനായാണ് സജി നന്ദിയാട്ട് സംസാരിക്കാറ്. ദിലീപിനെ സംശയിക്കുന്നവർ ചൂണ്ടിക്കാട്ടുന്ന വാദങ്ങൾ പോലും അംഗീകരിക്കാൻ സജി നന്ദിയാട്ട് തയ്യാറല്ല. പ്രോസിക്യൂട്ടർമാർ കോടതിയിൽ ഉന്നയിച്ച വാദങ്ങൾ പോലും ശരിയല്ലെന്ന് ഇദ്ദേഹം പറയുന്നു. ചാനലുകൾ റേറ്റിംഗിന് വേണ്ടി ഈ വിഷയം ഉപയോഗിച്ചു എന്ന വാദവുമുണ്ട്. സജി നന്ദിയാട്ടിന്റെ വാദങ്ങൾ ഏകപക്ഷീയമാണെന്നും അതിജീവിതയുടെ മാനസികാവസ്ഥ പോലും മനസ്സിലാക്കാതെയുള്ള വാദങ്ങളാണ് പലതുമെന്നും വിമർശനം വരാറുണ്ട്. സജി നന്ദിയാട്ടിനോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് ഭാഗ്യലക്ഷ്മി ഉൾപ്പെടെ ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. പുതിയ അഭിമുഖത്തിൽ ദിലീപിന്റെ അമ്മയെക്കുറിച്ച് സജി നന്ദിയാട്ട് പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. ദിലീപ് കേസിൽ അറസ്റ്റിലായത് മുതൽ നടന്റെ അമ്മയുടെ ഓർമ്മ നഷ്ടപ്പെട്ടെന്ന് സജി നന്ദിയാട്ട് പറയുന്നു. ദിലീപിനെ അറസ്റ്റ് ചെയ്ത അന്ന് അമ്മ ചാനലിൽ ഇത് കാണുകയാണ്. അമ്മ വിഷമിക്കരുതെന്ന് പറഞ്ഞു. രാത്രി ഉറങ്ങി. രാവിലെ അനൂപ് പോയി. പ്രിയ ചെന്ന് നോക്കുമ്പോൾ അമ്മയെ കാണുന്നില്ല. അമ്മ വീടിന്റെ ഗേറ്റിന്റെ അവിടെ പോയി നിൽക്കുകയാണ്. അമ്മ എന്താ ഇവിടെ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. അച്ഛൻ മരിച്ചു പോയതാണ്. ഈ ഷോക്കിൽ അവരുടെ ഓർമ്മ നഷ്ടപ്പെട്ടു. എന്റെ കണ്ണ് നനഞ്ഞു ഇത് പറയുമ്പോൾ. ദിലീപിനെ നിരപരാധിയാണെന്ന് പറഞ്ഞ് വിട്ടയച്ചപ്പോൾ അമ്മയെ ടിവിയുടെ മുന്നിൽ കൊണ്ടുപോയി ഇരുത്തിയിരുന്നു. അപ്പോൾ അമ്മ മുണ്ട് ചുരുട്ടുകയാണ്. അറിയില്ല, അവരുടെ ഓർമ്മ പോയെന്നും സജി നന്ദിയാട്ട് പറയുന്നു. കഴിഞ്ഞ ദിവസം ദിലീപും സമാനമായ കാര്യങ്ങളാണ് പറഞ്ഞത്. അമ്മ കട്ടിലിൽ നിന്നും താഴെ വീണു. 3 തവണ താഴെ വീണെന്ന് ദിലീപ് പറയുന്നു. അമ്മയ്ക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് തന്നെ ശബരിമലയിൽ ഉച്ചപൂജയ്ക്ക് തൊഴാനാണ് വന്നതെന്നാണ് ദിലീപ് പറഞ്ഞത്. വളരെ വിഷമമുണ്ടെന്നും തനിക്കെതിരെ ടാർഗറ്റ് നടക്കുകയാണെന്നും ദിലീപ് പറയുകയുണ്ടായി. അതേസമയം തന്നെ അതിജീവിതയുടെ അമ്മയെക്കുറിച്ച് സജി നന്ദിയാട്ട് ചിന്തിച്ചിട്ടുണ്ടോ എന്ന ചോദ്യവും ഉയർന്നു വരികയാണ് ഇതോടുകൂടി. അതിജീവിതയുടെയും അമ്മയുടെയും കരച്ചിൽ തന്റെ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ലെന്നാണ് മാധ്യമപ്രവർത്തകൻ ആർ റോഷിപാൽ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. ദിലീപിനെ അനുകൂലിക്കുന്ന പലരും അതിജീവിതയെ പരോക്ഷമായി തള്ളിക്കളയുന്നത് നിരവധി പേർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അഖിൽ മാരാർ കഴിഞ്ഞ ദിവസം നടത്തിയ പ്രസ്താവനയിൽ വ്യാപക വിമർശനം വരുന്നുണ്ട്. മലയാളത്തിലെ 2 സംവിധായകർ ഇതിന് പിന്നിലുണ്ടെന്നാണ് സജി നന്ദിയാട്ട് പറയുന്നത്. ഉന്നത കുലജാതരാണ്. 3 നടിമാരും 2 പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടെന്നാണ് സജി നന്ദിയാട്ട് പറയുന്നത്. ഇത് കള്ളക്കേസ് ഉണ്ടാക്കിയെടുത്തു. ഒരു സംവിധായകരും 3 നടിമാരും 2 പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് ആ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ പറയണം നിങ്ങൾ. നമ്മൾ നൽകുന്ന കോടാനുകോടി നികുതി ഇതിനായി ചെലവഴിച്ചു. കള്ളക്കേസുണ്ടാക്കി 8.5 വർഷം ഒരു നടന്റെ ജീവിതം കളഞ്ഞു. കോടിക്കണക്കിന് രൂപ കൈക്കൂലി വാങ്ങിയാണ് കേസ് ഉണ്ടാക്കിയതെന്നും അദ്ദേഹം ആരോപിച്ചു. അതേസമയം ഇത് സംബന്ധിച്ച് പരാതി കൊടുക്കുമോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ സജി നന്ദിയാട്ട് തയ്യാറായില്ല. മാധ്യമങ്ങളെ രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം വിമർശിച്ചത്. പൾസ് സുനിക്ക് ദിലീപ് പൈസ കൊടുത്തതിന്റെ ഒരു രേഖ ഹാജരാക്കാൻ പ്രോസിക്യൂട്ടർക്ക് പറ്റിയോ? പൾസ് സുനിയും ദിലീപും തമ്മിൽ പരിചയമുണ്ടെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റിയില്ലല്ലോ പോലീസിന്. കാരണം ഇത് കള്ളക്കേസാണ്. ഇത് അയാളെ തീർക്കാൻ വേണ്ടി ഫ്രെയിം ചെയ്തതാണ്. ഇത് ദിലീപിനെതിരെയും നടിക്കെതിരെയുമുള്ള ഗൂഢാലോചനയാണ്. ഒരാളെ കള്ളക്കേസിൽ കൊടുക്കാൻ പോലീസിന് അധികം സമയം വേണ്ടെന്നും തന്നോട് 5 ലക്ഷം രൂപ തരാമെന്ന് പോലീസ് പറഞ്ഞെന്നും സജി നന്ദിയാട്ട് പറഞ്ഞു. 2017-18 സമയത്ത് ഞാൻ ഫിലിം ചേംബറിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ 3-4 പേർ കൂടെ വരാൻ പറഞ്ഞു. ചാനലിൽ ചർച്ചയ്ക്ക് വരുന്ന എന്റെ ബന്ധുവായ SP ഉണ്ടായിരുന്നു. അബാദ് പ്ലാസയിൽ കൊണ്ടുപോയി ചർച്ചയ്ക്ക് കൊടുക്കരുതെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ ചർച്ചയ്ക്ക് പങ്കെടുക്കുമെന്ന് പറഞ്ഞു. അതോടെ പൈസ തരാമെന്ന് പറഞ്ഞു. റോയ് മാമൻ എന്ന ക്രിമിനോളജിസ്റ്റ് ഇത് ഷൂട്ട് ചെയ്തു. എന്നെ കള്ളക്കേസിൽ കൊടുക്കുമെന്ന് പറഞ്ഞു. അവസാനം എന്റെ ബന്ധുവായ മന്ത്രി വിളിച്ചു പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഫ്രീ ആയതെന്നും സജി നന്ദിയാട്ട് കൂട്ടിച്ചേർത്തു. ദിലീപിനെ കേസിൽ പലരും പെടുത്തിയതാണെന്ന് സജി നന്ദിയാട്ട് പറയുന്നു. എന്റെ അറിവനുസരിച്ച് മാർട്ടിൻ പെട്ടുപോയതാണ്. 8.5 വർഷം ദിലീപ് അനുഭവിച്ചു. കാവ്യമാധവൻ മക്കളെ മദ്രാസിൽ കൊണ്ടുപോയതിന് കാരണം എന്താണ്? ദിലീപ് മക്കളെ MBBSന് മദ്രാസിൽ പഠിപ്പിക്കുന്ന കാര്യം അന്വേഷിച്ചിരുന്നു. എന്തുകൊണ്ടാണ്? ആ കുഞ്ഞുങ്ങളെ കൂടെ പഠിക്കുന്നവർ കളിയാക്കരുത് എന്നോർത്താണ്. നാട് വിട്ട് അവർക്ക് പോകേണ്ടി വന്നെന്ന് സജി നന്ദിയാട്ട് വാദിക്കുന്നു. അതിജീവിതയുടെ വിഷമം മനസ്സിലാക്കുന്നു. പക്ഷേ അവരെ വെച്ച് ദിലീപിനെതിരെ ചിലർ നീങ്ങുന്നെന്നും സജി നന്ദിയാട്ട് പറയുന്നു. ദിലീപ് ഇതിൽ CBI അന്വേഷണം ആവശ്യപ്പെടും. അപ്പോൾ ഇന്ന് പുറത്തു കിടന്ന് കറങ്ങുന്ന പലരും അന്ന് അകത്ത് കിടന്ന് കറങ്ങുമെന്നും സജി നന്ദിയാട്ട് പറയുന്നു. കോടതിയെ സ്വാധീനിച്ചെന്ന് പറയുന്നത് മണ്ടത്തരമാണ്. ചാനലുകളിൽ വരുന്ന നുണകൾ പലരും വിശ്വസിക്കുന്നു. ഈ
അവസർപ്പക കഥകൾ ജനം വിശ്വസിച്ചു. കമന്റ് ബോക്സിൽ ആളുകൾ പറയുന്നത് ദിലീപ് അത് ചെയ്യുമെന്നാണ്. കേസിലെ യാഥാർത്ഥ്യം പലർക്കും അറിയില്ല. ദിലീപ് കാവ്യമാധവനെ വിവാഹം ചെയ്തതാണ് അടിസ്ഥാന കാരണമെന്നും സജി നന്ദിയാട്ട് പറയുന്നു. സിനിമയിലുള്ള ചില സംവിധായകർ ഇതിന് പിന്നിലുണ്ട്, വെറുതെ പറഞ്ഞതല്ല. അതിജീവിതയെ ഇവർ ഉപയോഗിക്കുകയാണ് ചെയ്തതെന്നും സജി നന്ദിയാട്ട് വാദിച്ചു. മുൻ ഭാര്യ നടി മഞ്ജു വാര്യരെ ഉന്നം വെച്ചായിരുന്നു വിധി വന്ന ശേഷം ദിലീപിന്റെ ആദ്യ പ്രതികരണം. സത്യം ജയിച്ചു. ഈ കേസിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്ന് മഞ്ജു പറഞ്ഞിടത്തു നിന്നാണ് ഗൂഢാലോചന കേസ് ആരംഭിച്ചത്. അന്നത്തെ ഉയർന്ന മേലുദ്യോഗസ്ഥരും അവർ തെരഞ്ഞെടുത്ത ക്രിമിനൽ പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്നാണ് ഇങ്ങനെ ഒരു നടപടി ഉണ്ടാക്കിയത്. മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് കള്ളക്കഥ മെനഞ്ഞു, മാധ്യമങ്ങളെ കൂട്ടുപിടിച്ച് അത് പ്രചരിപ്പിച്ചു. ഈ കേസിൽ യഥാർത്ഥ ഗൂഢാലോചന എന്നെ പ്രതിയാക്കാനാണ്. സമൂഹത്തിൽ എന്റെ കരിയറും മേജും ജീവിതവും നശിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. എന്റെ കൂടെ നിന്നവരോടെല്ലാം നന്ദി പറയുന്നു. എനിക്ക് വേണ്ടി ആത്മാർത്ഥമായി ഡിഫൻസ് ചെയ്ത അഭിഭാഷകനോടുള്ള ആത്മാർത്ഥമായി നന്ദി പറയുന്നു എന്നാണ് ദിലീപ് പറഞ്ഞിരുന്നത്.